ഇടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മടിയിലേക്ക് വന്ന് വീഴുന്നത് വിരലുകളും ഒരു വാച്ച്, ചെറിയ മാംസകഷ്ണങ്ങൾ, ചോര, ഇതൊക്കെയായിരുന്നു. സ്വന്തം മുഖത്തൊക്കെയാണ് അത് പറ്റിപ്പിടിക്കുന്നത്. അതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേയെ തന്നെ നാണം കെടുത്തിയ ഒരു അപകടമായിരുന്നു പെരുമൺ ദുരന്തം. ആ സ്ഥലത്തൂടെ ട്രെയിൻ ഓടിച്ചു പോകുമ്പോൾ മനസ്സിലൊരു ഉൾക്കിടിലം ഉണ്ടാവാറുണ്ട്. ആ ഉൾക്കിടിലം എന്ന് പറയുന്നത് എൻ്റെ ട്രെയിൻ ഈ പാലത്തിൽ നിന്ന് താഴെ പോകുമോ എന്നുള്ള പേടി കൊണ്ടല്ല. ഈ പാലത്തിലാണല്ലോ ഇത്രയും മനുഷ്യജീവൻ പൊലിഞ്ഞത് എന്നോർക്കുമ്പോഴുള്ള ഒരു ഉൾക്കിടിലം മാത്രം. നമ്മുടെ തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മൾ ഓടിക്കുന്ന ഒരു വാഹനം ഇൻവോൾവ് ചെയ്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ മരണപ്പെടുമ്പോൾ, നമുക്ക് എന്തായാലും മനസ്സിന് അതൊരു വല്ലാത്തൊരു വിഷമം തന്നെ സമ്മാനിക്കും. ചേപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ്സിൽ ഇടിച്ചു. ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. ചെറിയൊരു മിനി ബസ്സായിരുന്നു. 36 പേരോ മറ്റോ ഉണ്ടായിരുന്നു. ഒരു കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അതിനകത്ത് അന്നത്തെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വലിയ ടി വി ഉണ്ടാവും. ആ ടി വിയിൽ സിനിമയൊക്കെ ഇട്ട് കണ്ട് ആ കല്യാണത്തിൻ്റെ ആ ഒരു സദ്യ ഉണ്ടതിൻ്റെയൊക്കെ ആലസ്യവും ഒക്കെ പേറി കുറേ പേര് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. കുറേ പേര് സിനിമ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും, ഡ്രൈവർ ഉൾപ്പെടെ, ആ ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും മരണത്തിന് കീഴടങ്ങി. കാരണം പുഷ്പുൾ എന്ന് അന്ന് വിളിച്ചിരുന്ന, അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു തരം ട്രെയിനായിരുന്നു അത്. അതിൽ ഒരു ഭാഗത്ത് ക്യാബിനും മറുഭാഗത്ത് എൻജിനുമായിരുന്നു. ഈ ക്യാബിൻ എന്ന് പറയുന്ന ഭാഗം ലീഡ് ചെയ്ത് പോകും, തിരിച്ച് എൻജിൻ ഇത് ചെയ്യും. ഇപ്പോൾ എൻജിൻ ടേൺ റൗണ്ട്, എൻജിൻ മാറ്റി അപ്പുറത്ത് പിടിപ്പിക്കേണ്ട ഒരു അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഇപ്പോൾ അതില്ല. അത് ഫെയിലർ ആയതിനു ശേഷം ആ പരിപാടി റെയിൽവേ ഉപേക്ഷിച്ചു. അന്ന് നിർഭാഗ്യത്തിന് എൻജിൻ ആയിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതായത് എൻജിനാണ് ഈ ബസ്സിനെ ഇടിക്കുന്നത്. നേരെ മറിച്ച് തിരിച്ചായിരുന്നെങ്കിൽ കുറേയധികം ആൾക്കാരെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ കൂടെ സോളിഡ് അല്ലാത്ത, അതായത് കുറേ കൂടെ കട്ടി കുറഞ്ഞ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു, അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ ലോഹഭാഗങ്ങളാണ് ഈ കോച്ചിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതായത് എൻജിനല്ലാത്ത ഭാഗം, ക്യാബ് എന്ന് വിളിക്കുന്ന ആ ഭാഗം ഉണ്ടായിരുന്നത്. അന്ന് നിർഭാഗ്യവശാൽ എൻജിനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. എൻജിനാണ് വന്ന് ഇടിച്ചത്. അങ്ങനെ അത് പൂർണ്ണമായിട്ടും ആ വാഹനം തകർന്നുപോയി, ചിതറിത്തെറിച്ചു പോയി. അപ്പോൾ അതിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റ്, അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എന്നോട് പറഞ്ഞ കാര്യം, ഈ ഇടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മടിയിലേക്ക് വന്ന് വീഴുന്നത് വിരലുകളും ഒരു വാച്ച്, ചെറിയ മാംസകഷ്ണങ്ങൾ, ചോര, ഇതൊക്കെയായിരുന്നു. സ്വന്തം മുഖത്തൊക്കെയാണ് അത് പറ്റിപ്പിടിക്കുന്നത്. അതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വേറെ മറ്റേതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിരന്തരമായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലുള്ള ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാറുള്ളൂ. പക്ഷെ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം 36 വർഷമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് സർവീസിൽ തുടരുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം തവണ നേരിടേണ്ടി വരും. മനസ്സൊക്കെ കുറച്ച് പാകമാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ സർവീസിൽ 2022 റിട്ടയർഡ് ആകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും ഉണ്ടായ ഒരു റൺ ഓവർ എന്നെ വല്ലാതെ, എൻ്റെ മനസ്സിനെ വല്ലാതെ ഷോക്കഡാക്കി, വേദനിപ്പിച്ചു, വല്ലാത്തൊരാഘാതം നൽകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് നമ്മൾ എത്ര പഴക്കം ചെന്നാലും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ ഇവിടെ തന്നെ ധാരാളം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, ഉരുളുപൊട്ടൽ, അതുപോലെ തന്നെ പെരുമൺ ദുരന്തം, വെള്ളപ്പൊക്കം, അങ്ങനെ ധാരാളം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്തൊക്കെ ഒട്ടും മടി കൂടാതെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, രണ്ട് കൽപ്പിച്ചിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അവർ മണ്ണൊക്കെ മാന്തി ചെല്ലുമ്പോൾ
ചില ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ കാലോ കയ്യോ ഒക്കെ ആയിരിക്കും കിട്ടുക. അതൊക്കെ വലിച്ച് എടുക്കുമ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, ചീഞ്ഞഴുകിയിട്ടുണ്ടാവാം. അതൊക്കെ ആ സമയത്ത് അവർ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ പിന്നീട് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. തീർച്ചയായിട്ടും അവരെ പിന്തുടരും. അത് ആ ഓർമ്മകൾ അവരുടെ മനസ്സിനെ വല്ലാതെ ഷോക്കിംഗ് ആക്കി പിന്നീട് പിന്തുടരും. അതൊരു സത്യമായ കാര്യമാണ്. ഇതൊന്നും ഈ പോസ്റ്റ്മോർട്ടം ട്രൈബിളിൽ ചെയ്യുന്ന ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഫോറൻസിക് സർജനോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആദ്യത്തെ ആ ഒരു 2-3 കാര്യം കഴിയുമ്പോൾ പിന്നെ അതെല്ലാം റെപ്പിറ്റീഷനാണ്, അതെല്ലാം ആവർത്തിക്കുകയാണ്. വ്യത്യസ്തതയില്ലാത്ത കാര്യങ്ങളാണ്. ഒരു ശവം ടേബിളിൽ കിടക്കുമ്പോൾ അതുമായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം. ശരിയാകണമെന്നില്ല. കാരണം ഈ അനോട്ടമിയൊക്കെ പഠിക്കുന്നവർ ഡിസെക്ഷൻ ടേബിളിൽ ഒരു ശവം വെച്ചിട്ട് അവർ ഇത് ചെയ്യുമല്ലോ, അതൊക്കെ ആദ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഇത് വല്ലാതെ വരുന്നതിനൊരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം നമുക്ക് ഒരു ഓപ്ഷനില്ല. ഒരു മരണം അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു മനുഷ്യൻ പാസ് ചെയ്യുമ്പോൾ വണ്ടി നിർത്തുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൂടെ ദുരന്തം ഉണ്ടാവാൻ ഒരു റീസൺ. അതിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ ഫെൻസിങ് ഉണ്ടാവണം. അതല്ലെങ്കിൽ ജനസാന്ദ്രത കുറഞ്ഞ മേഖലകളാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ കേരളം എന്ന് പറയുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഈ 2 തരം രീതിയിലുള്ള റൺ ഓവറുകളാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് തീരുമാനിച്ചുറച്ച് ആത്മഹത്യ ചെയ്യാൻ വരുന്നവർ, മറ്റൊന്ന് ഒന്നും അറിയാതെ അല്ലെങ്കിൽ മറ്റേതോ ചിന്തകളിൽ വ്യാപരിച്ചുകൊണ്ട് നടക്കുന്നവർ, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നവർ, അങ്ങനെ അറിയപ്പെടാതെ വന്നിട്ട് മരണത്തിന് കീഴടങ്ങുന്നവർ. ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഇരിക്കുക അല്ലെങ്കിൽ മനസ്സിൽ സഞ്ചരിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ക്യൂസുണ്ട്. ഇതല്ലെങ്കിൽ മറ്റു രീതിയിലെങ്കിലും അവർ മരണത്തിന് കീഴടങ്ങുമായിരിക്കാം. ഒന്നുമല്ലെങ്കിൽ അവർ മരണത്തിലൂടെ അവരുടെ കാര്യങ്ങളിൽ നിന്നും അവരെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും അവർ രക്ഷ നേടുന്നുണ്ടാവാം. എന്നെങ്കിലും നമ്മളെ മനസ്സിനെ നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ ആശ്വസിപ്പിക്കും. പക്ഷേ അപ്പോഴും ആ ഒരു ഭീകര ദൃശ്യം നമ്മളെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യും. കേരളത്തിലെ റെയിൽവേ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വലിയൊരു ആഘാതമുണ്ടാക്കിയ, അതായത് ഇന്ത്യൻ റെയിൽവേയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേയെ തന്നെ നാണം കെടുത്തിയ ഒരു അപകടമായിരുന്നു പെരുമൺ ദുരന്തം എന്ന് പറയുന്നത്. തികച്ചും ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം. ആ ദുരന്തം ഉണ്ടായതിനു ശേഷം അതിൻ്റെ വ്യാപ്തി പോലും റെയിൽവേയുടെ കെടുകാര്യസ്ഥത കൊണ്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഒരേ സമയത്ത് ഒരക്കം മാത്രം വ്യത്യാസമുള്ള 2 ട്രെയിനുകൾ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം, ഐലൻഡ് എക്സ്പ്രസ്. അങ്ങോട്ടുമുള്ള ഐലൻഡ് എക്സ്പ്രസ്, ഇങ്ങോട്ടുമുള്ള ഐലൻഡ് എക്സ്പ്രസ്. 2 ഡയറക്ഷനിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്സിന് ഒരക്കത്തിൽ മാത്രമേ നമ്പറിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഒരു ഐലൻഡ് എക്സ്പ്രസ് വരുന്നതിന് മുന്നോടിയായിട്ട് ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരിക്കുകയും ആ ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നുള്ള വിവരം സ്റ്റേഷനിൽ അറിയിച്ച് അതിൻ്റെ കോഷൻ ഓർഡർ, അതായത് ഡ്രൈവർക്ക് നൽകുന്ന പതുക്കെ പോകണമെന്നുള്ള ഒരു നിർദ്ദേശം, അത് നൽകുകയും ചെയ്തു. ഇത് പരസ്പരം മാറിപ്പോയതിൻ്റെ ഫലമായിട്ട്, തികച്ചും ഹ്യൂമൻ എറർ, അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ആക്സിഡൻ്റാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ റെയിൽവേയുടെ ഒരു എൻക്വയറി കമ്മിറ്റി വന്നു. റെയിൽവേയുടെ ഒരു സേഫ്റ്റി റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് പ്രകാരം വലിയ ടൊർണാഡോ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് അടിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ബോഗികൾ പറന്നുപോയി എന്നുള്ളതാണ് കണ്ടെത്തിയത്. അത് തികച്ചും അസംബന്ധമാണ് എന്ന് ഈ
എൻക്വയറി റിപ്പോർട്ട് പുറത്തിറക്കിയവർക്കും അത് റിവ്യൂ ചെയ്തവർക്കും അത് പരിശോധിച്ചവർക്കും അത് കേട്ടവർക്കും നമുക്കും എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ റെയിൽവേ അതിനെതിരെ ആ റിപ്പോർട്ട് ഒന്ന് റിവ്യൂ ചെയ്യാനോ യഥാർത്ഥ കൾപ്രിറ്റുകളെ കണ്ടുപിടിക്കാനോ ഒരു വിരൽ പോലും അന്ന് അനക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അത് മറ്റൊരു ചരിത്രമായി മാറിയേനെ. യഥാർത്ഥ പ്രതികൾ അവിടെ രക്ഷപ്പെടില്ലായിരുന്നു. അതിന് പകരം തിരിച്ചൊന്നും പ്രതികരിക്കാൻ അറിയാത്ത ഒരു പ്രകൃതിയുടെ ഒരു ഫിനോമിനൻ ടൊർണാഡോ എന്ന് പറയുന്ന സാധനം. ഈ ടൊർണാഡോ എന്ന് പറയുന്നത് അമേരിക്കയിലും മറ്റും കാണപ്പെടുന്ന ഒരുതരം ചുഴലിക്കൊടുങ്കാറ്റാണ്. അന്ന് ഇവിടെ വീശാറില്ല. ഇവിടെ വീശുന്ന മറ്റു തരത്തിലുള്ള കാറ്റുകളൊക്കെ. അതിൻ്റെ പുറത്ത് പഴിചാരികളിലൂടെ ഏറ്റവും നൊട്ടോറിയസായ ഒരു റിപ്പോർട്ടായിട്ട് മാറി പെരുമൺ ദുരന്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ സ്ഥലത്തൂടെ ട്രെയിൻ ഓടിച്ച് പോകുമ്പോൾ മനസ്സിലൊരു ഉൾക്കിടിലം ഉണ്ടാവാറുണ്ട്. ആ ഉൾക്കിടിലം എന്ന് പറയുന്നത് എൻ്റെ ട്രെയിൻ ഈ പാലത്തിൽ നിന്ന് താഴെ പോകുമോ എന്നുള്ള പേടി കൊണ്ടല്ല. ഈ പാലത്തിലാണല്ലോ ഇത്രയും മനുഷ്യജീവൻ പൊലിഞ്ഞത് എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു ഉൾക്കിടിലം മാത്രമേ ഉള്ളൂ. ശരിക്കും അത് ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. കടലുണ്ടി ദുരന്തത്തെപ്പറ്റിയും ഞാൻ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ കാലപ്പഴക്കം ചെന്ന തൂണുകൾ, അതിൻ്റെ പാലത്തിൻ്റെ തൂണുകൾ കൃത്യസമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കൃത്യവിലോപം മൂലമുണ്ടായ ഒരു സംഭവമാണെന്നാണ് ഞാൻ കേട്ടിടത്തോളം അറിഞ്ഞത്. എത്രമാത്രം സത്യമുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ പെരുമൺ ദുരന്തം അതൊരു വല്ലാത്തൊരു ഒരു ട്വിസ്റ്റായിപ്പോയി. കാരണം ഈ പെരുമൺ ദുരന്തത്തിൽ ഐലൻഡ് എക്സ്പ്രസ് ഓടിച്ചിരുന്ന പോൾ എന്ന് പറയുന്ന ലോക്കോ പൈലറ്റ്, അദ്ദേഹം ഈ ട്രെയിൻ വർക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പിന്നെ കുറച്ച് ദിവസം എൻക്വയറി കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണമുണ്ടായി. അതിനുശേഷം അദ്ദേഹം കുറ്റക്കാരനല്ല, ഈ റിപ്പോർട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹമല്ല കുറ്റക്കാരൻ ടൊർണാഡോയാണ്. ടൊർണാഡോയെ മാത്രം ശിക്ഷിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ മാറിയപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല. ശരിക്കും അദ്ദേഹം കുറ്റക്കാരനേ അല്ലായിരുന്നു. അദ്ദേഹത്തിന് കോഷൻ ഓർഡറിൽ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. വണ്ടി വളരെ പതുക്കെ അവിടെ കൂടെ ഓടിക്കാവൂ എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചത് ഈ വണ്ടി പെരിനാട് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയ ശേഷം തിരിച്ചിങ്ങോട്ട് വരാൻ ആയിട്ട് വെയിറ്റ് ചെയ്ത ഐലൻഡിൻ്റെ എക്സ്പ്രസ്സിനായിരുന്നു. മാറിപ്പോയതാണ്. അതൊരു ഹ്യൂമൻ എററാണ്. അദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നില്ല. കാരണം ഈ ദുരന്തത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് അതിന് ശേഷം അവിടെ കൂടി ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചത്. സിംഗിൾ ലൈനാണ്. അപ്പോൾ ഈ പോൾ എന്ന് പറയുന്ന ലോക്കോ പൈലറ്റ് ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ട്രെയിൻ ഓടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്കിനി ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല, ഞാൻ VRS എടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്നെ ആരെയൊക്കെയോ നിർബന്ധിച്ച് അവസാനം കൺട്രോൾ ഓഫീസിൽ ചെറിയ ജോലിയുമായിട്ട് അദ്ദേഹം റിട്ടയർമെൻറ്റ് വരെ കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും നമ്മൾ ഓടിക്കുന്ന ഒരു വാഹനം ഇൻവോൾവ് ചെയ്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ മരണപ്പെടുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിന് അതൊരു വല്ലാത്തൊരു വിഷമം തന്നെ സമ്മാനിക്കും, ഒരു വലിയൊരു ഷോക്ക് തന്നെ സമ്മാനിക്കും. അദ്ദേഹം പിന്നീട് ട്രെയിൻ ഓടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് കുറേ കാലത്തിന് ശേഷം വീണ്ടും ജോലിക്ക് വന്നു. ഷണ്ടിങ് ഡ്യൂട്ടി വരെ മാത്രമേ അദ്ദേഹം പോയുള്ളൂ. അദ്ദേഹവും ഷണ്ടിങ് ഡ്യൂട്ടിക്ക് മുകളിലുള്ള ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്ത് ഒരു സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങുന്ന ജോലിയാണ് ഷണ്ടിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഷണ്ടിങ് ലോക്കോ പൈലറ്റ്, ഷണ്ടിങ് ഡ്രൈവർ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഷണ്ടർ ഡ്യൂട്ടിയിലേക്ക് അദ്ദേഹം ഒതുങ്ങി. ഈ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 പേരും മരണത്തിന് കീഴാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തുകൂടി ട്രെയിൻ ഓടിക്കുമ്പോൾ മനസ്സിലുണ്ടാകാവുന്ന ഇപ്പോഴും, അതായത് അവസാനം 2022 അടുക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്ത ഒരു ട്രെയിൻ പെരുമൺ പാലത്തിൻ്റെ മുകളിൽ കൂടി അഷ്ടമുടിക്കായലിൻ്റെ മുകളിൽ കൂടി ഞാൻ ഓടിക്കുകയുണ്ടായി. ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ആ പെരുമൺ ദുരന്തം കടന്നു വരാതിരിക്കില്ല. അത് കടന്നു വരും. ആ കടന്നു വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഉൾക്കിടിലം എന്ന് പറയുന്നത് എത്രയോ ജീവൻ ഇവിടെ പൊലിഞ്ഞതാണ്. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം
പൊലിഞ്ഞതാണ്. എത്രയോ പേരുടെ ജീവൻ നമ്മളൊന്നുകൂടെ അലർട്ടായിരുന്നെങ്കിൽ, ഈ സിസ്റ്റം ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാകാറുള്ളത്.